നമ്മൾ നാട്ടിൽ വന്ന് നമ്മൾ കംഫർട്ട് സോണിലായി പോയി. എൻ്റെ ഹെയർ കട്ടൊന്നും ശരിയില്ല, ഫേസിൽ ശരിയില്ല. പക്ഷെ നമ്മൾ ഡെയിലി ജിമ്മിൽ പോകുന്നുണ്ട്. ജിമ്മത്തെ വ്ളോഗ് കാണിക്കാം. അതാണ് നമ്മുടെ ഷെരീഫ് കട ജിമ്മ്. ഇത് ഞാനാണ്. പിള്ളേരെ കളിക്കുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. വർക്കൗട്ട് നമ്മൾ ഡീറ്റെയിൽ കാണിച്ചു തന്നായിരിക്കും. അപ്പോൾ ഗൈസ് ഇന്ന് ആംസ് ഡേ ആണ്. നമ്മൾ ബൈസപ്പ്, ട്രൈസപ്പ്, ഫോർ ആംസ് ഓൾറെഡി ബൈസപ്പിന് കളിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞാൽ തന്നെ ആദ്യത്തെ ബൈസപ്പിന് വർക്കൗട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ബൈസപ്പ് ആദ്യം കളിച്ച് ജസ്റ്റ് ഡംബൽ എടുത്തിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ബൈസപ്പിലാണ് കളിച്ചത്. അത് 3 സെറ്റ് കഴിഞ്ഞു. നമ്മൾ അടുത്ത് ബൈസപ്പ് കഴിഞ്ഞാൽ ട്രൈസപ്പിലോട്ടാണ് പോണത്. അടുത്ത് നമ്മൾ ട്രൈസപ്പിലാണ് കളിക്കാൻ പോകുന്നത്. ട്രൈസപ്പ് ഓവർഹെഡ് നമ്മൾ ടേബിൾ എൽബോ ടു ഷോൾഡർ സ്ട്രൈറ്റ് ആകാൻ നോക്കുക. ഒന്ന് പൊക്കി പിടിക്കുക. അതിൻ്റെ മൂവ്മെന്റ് നോക്കി സ്റ്റെബിലൈസ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇത് നമ്മൾ 3 സെറ്റ് ചെയ്യുന്നുണ്ട്. 12, 10, 8 റെപ്പ് റേഞ്ചിലാണ് കളിക്കുന്നത്. എൻ്റെ വർക്കൗട്ട് സ്പ്ലിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കുന്നത് ചെസ്റ്റ് 4 ആംസ്, ബാക്ക് ഹാഫ്, ഷോൾഡർ 4 ആംസ്, ലെഗ് കാഫ്, ആംസ് 4 ആംസ്, പിന്നെ ആപ്സ് കാഫ്. അങ്ങനെ രീതിയിൽ കളിക്കണം. ഞാൻ ഈ പുഷ് പുൾ ലെഗ്സും നല്ല സാധാ ചെസ്റ്റ് ട്രൈസപ്പ്, ബാക്ക് ബൈസപ്പ് അങ്ങനത്തെ സ്പ്ലിറ്റും പല സ്പ്ലിറ്റും കളിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഈ സ്പ്ലിറ്റിന് പോകുന്നത് കാരണം എൻ്റെ 4 ആംസും എൻ്റെ കാഫും ഭയങ്കര വീക്കാണ്. അപ്പോൾ ഞാൻ അതിനെ ഫോക്കസ് ചെയ്തിട്ട് അതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്ത് കളിക്കാനുള്ള ഒരു വർക്കൗട്ട് സ്പ്ലിറ്റാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കറൻ്റ്ലി ജസ്റ്റ് നമ്മുടെ നാടൻ ഡയറ്റ്, പ്രോട്ടീൻ പൗഡർ ഇല്ല, ക്രിയേറ്റിൻ ഇല്ല, ഞാൻ ഒന്നും എടുത്തിട്ടില്ല. എടുക്കണമെന്നുണ്ട്. പ്രോട്ടീൻ പൗഡർ ഒന്നും ബഡ്ജറ്റ് ഇല്ല, അതാണ് മെയിൻ കാര്യം. അപ്പോൾ അടുത്ത വർക്കൗട്ട് ബൈസപ്പിനാണ്. ആദ്യം ബൈസപ്പ് ട്രൈസപ്പ്, ബൈസപ്പ് ട്രൈസപ്പ്, അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് പോകണം. എന്നാണ് കേസ് നമ്മുടെ ഷെരീഫ് ജിമ്മെന്നാണ്. ഫാനായിട്ട് കോഫൊക്കെ പറഞ്ഞൊക്കെയാണ്. കണ്ണ പട്ടി ക്യാമറമാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് നോക്ക് സെറ്റിങ്സ് നോക്ക്. പഴയ മതി സ്മൂത്ത് ആക്കി കറുത്ത് കരുവാളിച്ചിട്ടുണ്ടല്ലോ അവിടെ നേരെ പിടിക്കടാ. ഇങ്ങടായോ തുണിത്തരാം കൈസ്. ജിമ്മിന് ആരില്ലാത്തോണ്ട് കണ്ടോ നമുക്ക് ഓടിക്കടത്ത് വർക്കൗട്ട് ചെയ്യാം. വെയിറ്റ് ഒരു മോഡറേറ്റ് വെയിറ്റ്, എപ്പോഴും വെയിറ്റ് കൂട്ടാണ്ട് കളിക്കുക. വെയിറ്റ് കുറച്ച് നമ്മൾ റെപ്പ് അനുസരിച്ച് വെയിറ്റ് ഇടുക. 8 റെപ്പ് അടിക്കണം വെച്ചാൽ 8 റെപ്പ് മോഡൽ 9 പോയത് 8 പറഞ്ഞു. ആദ്യം 12, 1, 4 ഒന്ന് കോഴ്സ് പിടിച്ചു. കോഴ്സ് കൊണ്ടുവിടാം. ബൈസപ്പ് പീക്കാൻ ചെറുക്ക്. കുറച്ച് വിട്ടു പിടിച്ചോ. ക്യാമറമാൻ പോരാട്ടോ. ബൈസപ്പിന്റെ അത് കഴിഞ്ഞു. പേരൊന്നും വർക്കൗട്ട് പേരൊന്നും കഴിഞ്ഞൂടാ. വീഡിയോ കണ്ടുണ്ടാവും. ഇപ്പൊ ബൈസപ്പ് കഴിഞ്ഞ അടുത്ത പിന്നെ ട്രൈസപ്പിനാണ്. ട്രൈസപ്പ് സിംഗിൾ ആമാണ് ചെയ്യാൻ പോണത്. സിംഗിൾ ആം നിങ്ങൾ പിടിക്കുക, ചായ നിൽക്കുക. ഇത് പക്ക ഒരു വർക്കൗട്ടാണ് ട്രൈസപ്പിന്. നല്ല എഫക്റ്റീവ് വർക്കൗട്ടാണ്. എത്ര റെപ്പ് ഞാൻ മറന്നുപോയി, ഞാൻ തോന്നുന്ന പോലെ ചെയ്യാണ്. ഇത് പിന്നെ എടുക്കുക. അടുത്ത കൈ ഓൾട്ടർനേറ്റീവ്. ഇതാണ് സിമ്പിൾ വർക്കൗട്ടാണ്. നമ്മൾ ചായ നിൽക്കണം. വേറെ ബോഡി മൂവ്മെന്റ്സ് ഒന്നും പാടില്ല. ജസ്റ്റ് നമ്മുടെ എൽബോയും അങ്ങനെ പോവുക. അപ്പോൾ കറക്റ്റ് ട്രൈസപ്പിന് ആ ഒരു എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും കറക്റ്റായി കിട്ടും. വളരെ ഹെവി വർക്കൗട്ടാണ്. പമ്പായി നിൽക്കാണ് ഞാൻ. 4 അടിച്ച് തൂക്കും. ക്യാമറമാൻ TV ബോയ്സ് ആണേ. അടുത്ത് നമ്മള് ട്രൈസപ്പ് കഴിഞ്ഞു. ബൈസപ്പിന്റെ റെക്കോർഡാണ്. ആമറക്കളാണ്. നമ്മൾ ഷെരീഫ് അവിടെ ഉണ്ട്. ഷെരീഫ് പിടിച്ചാൽ അടി കിട്ടും. അത് അമ്പലം അവിടെ ഉണ്ട്. അവിടെ പോയ ഷെരീഫ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ അധികം അവിടെ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നില്ല. ഷെരീഫിക്ക് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ ഇതും ചെയ്യാം. നോർമൽ ഹാമർക്കുകളാണ്. ഹാമർക്കുകൾ നമ്മുടെ ഡമ്പലൊക്കെ പൊടി പിടിച്ചിരിക്കുന്നത് ഗൈസ്. നമ്മളത്തെ വെക്കാറുള്ളൂ.
ഹാമർക്കൾ 1 2 3. നിങ്ങൾ സിംഗിൾ ആമായിട്ട് ഓട്ടോമാറ്റിക് ചെയ്യാം. ഞാനിപ്പോൾ വേഗം കഴിയാൻ വേണ്ടിയിട്ട് രണ്ടും ഒരുമിച്ച് ചെയ്യാണ്. സിംഗിൾ ആവും ചെയ്യായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവ് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നറിയില്ല, ഇത് വെയിറ്റ് ഒന്നും തിന്നുമ്പോൾ ഇതില്ല. അപ്പൊ എത്ര വെയിറ്റ് പൊക്കണം ഒരു ഐഡിയ ഇല്ല, തോന്നി ചെയ്യാണ്. മതി. നമ്മുടെ എത്രാമത്തെ പൈസ വർക്കൗട്ട് ചെയ്യണം? 4ാമത്തെ. ആദ്യം നമ്മൾ ഓട്ടോമാറ്റിക് ചെയ്തു, പിന്നെ നമ്മൾ ഓവർ ഹെഡ് ട്രൈസെപ്പിൽ ചെയ്തു, പിന്നെ നമ്മൾ ബൈസെപ്പിന് ഇതിൽ ചെയ്തു, പിന്നെ നമ്മൾ ട്രൈസെപ്പ് സിംഗിൾ ആം ചെയ്തു. ഇത് നമ്മുടെ 3ാമത്തെ ബൈസെപ്പ് വർക്കൗട്ടാണ്. ക്യാമറ ലാസ്റ്റ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന എൻ്റെ വീഡിയോഗ്രാഫിയാണ്. ഈ വീഡിയോസ് ഉണ്ടോ? ഇത് ഫോറിൻ യൂട്യൂബേഴ്സ് ഞാൻ പഠിച്ചതാണ് ഈ വീഡിയോസ്. ഫുട്ടേജ് ശ്രദ്ധിച്ചാൽ എന്തോ ഭയങ്കര ക്ഷീണിച്ചിട്ടാണ് ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും. ഒന്നാമത് എനിക്ക് ഈ ക്രൗഡൊന്നും പറ്റുന്നില്ല. അപ്പം അടുത്ത ട്രൈസെപ്പിന് വർക്കൗട്ടാണ്. ബൈസെപ്പിന് നമ്മൾ ഹാമർ കളി കഴിഞ്ഞു, ഇനി ട്രൈസെപ്പിനാണ്. ട്രൈസെപ്പ് നമ്മൾ ഡിപ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ഡിപ്സ് ആക്ച്വലി ഒരു ചെസ്റ്റ് ഓറിയൻറ്റഡ് എക്സസൈസ് ആണെങ്കിൽ കൂടി ട്രൈസെപ്പ് നല്ല എഫക്റ്റീവാണ്. കാരണം ഇപ്പം നമ്മൾ വീക്കിലി ഇങ്ങനെ ചെയ്യുകൊണ്ട് കുറച്ചൊക്കെ ചെസ്റ്റ് ഇൻക്ലൂഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ റെസ്റ്റ് ഡേ നമ്മൾ നല്ല റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ട്രൈസെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങോട്ട് നിൽക്കാം, ഇങ്ങോട്ട് നിൽക്കാം. ഞാനിപ്പോൾ ഇങ്ങോട്ട് നിങ്ങൾക്ക് ഫേസ് ചെയ്ത് നിൽക്കാം. ഇങ്ങനെ നമ്മൾ നല്ല ഇങ്ങനെ കുഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ചെസ്റ്റിന് വരും. കുറച്ച് സ്ട്രൈറ്റ് ആയിട്ട് നിന്ന് ട്രൈസെപ്പിനെ വരുള്ളൂ. 1 2 9 10. ഗൈസ് ഫുട്ടേജൊക്കെ പറ്റ പോരായിരിക്കും, ക്യാമറ അടിച്ചു തരണേ ഉള്ളൂ. വേറെ ആരും കിട്ടിയതേക്ക്. ഇനി പൈസ കുറച്ച് നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ പൈസ കൊടുത്ത് ക്യാമറമാൻ വെക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കുറച്ച് നല്ല ഫുട്ടേജ് കിട്ടും. ലോവർ ബെല്ലിക്ക് ഏറ്റവും ബെസ്റ്റ് വർക്കൗട്ട് എവിടെയും പിടിക്കുക. വീണയ്ക്കോ എവിടെയും പിടിക്കണം. നമ്മളിപ്പോൾ നമ്മുടെ ആദ്യത്തിന് കാണിച്ചു കൊടുക്കൂ. ആദ്യത്തിന് നമ്മുടെ ലോവർ ആപ്സിന് വേണ്ടി വർക്കൗട്ടാണ്. ഇങ്ങനെ കാണിക്കും. ലോവർ ആപ്സിന് വേണ്ടി വർക്കൗട്ടാണ് നമ്മൾ ആദ്യത്തിന് കൊടുക്കുന്നത്. ലോവർ ആപ്സിന് ഏറ്റവും ബെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ എവിടെയും കിടക്കണം. വെള്ളയാണ്, സാരില്ല, പോട്ടെ, ചളി പിടിച്ചത്. എവിടെയും കിടക്കുക, എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യുക, ഹോൾഡ് പിടിക്കുക. ഹോൾഡ് പിടിച്ചില്ലേ, കുറച്ച് വൈഡ് പോയിക്കോ. ഹോൾഡ് പിടിച്ചിട്ട് ലെഗ് പൊക്കുക, ഇങ്ങനെ പൊക്കുക. അത് ഇവിടുന്ന് 1 2 3 ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. അടിയിലേക്ക് വരരുത്, ഇവിടെയാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ഇവിടുന്ന് 1 2 3 4 5 6 7 8. ഇതിപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലാണ് കാണിച്ചത്. കുറച്ചുകൂടി സ്ലോ ചെയ്തിട്ട് ആപ്സ് ആയിട്ട് പിടിക്കുക. എന്നിട്ട് പതുക്കെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടുത്തെ ഒരു ഫുൾ നമുക്കൊരു കോൺട്രാക്ഷൻ കിട്ടും. നല്ല ഫീലുള്ള വർക്കൗട്ടാണ്. മനസ്സിലായോ? അപ്പം നമ്മൾ അവസാനം കളിച്ച ഡിപ്സാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ തോന്നുന്നു. അപ്പോൾ ശരിക്കും വിളിക്കുന്നുണ്ട്, സമയമായി 9 വീട്ടിൽ പോരായി. ഇന്നത്തെ വർക്കൗട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോവാണ്. വെയിറ്റ് ഒക്കെ ഓഫ് ആക്കിയത് അളഞ്ഞോ? പൈസ ഇല്ല. സ്കൂട്ടിയുടെ സ്കൂട്ടി ഏതാ? ഞാനൊരു പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയാലോ? പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നീ ആ ബാഗ് ഉണ്ടോ? ആ ബാഗ് ഉണ്ടോ? കോപ്പടിക്കാൻ എന്നെ ഇപ്പൊ തന്നെ കോപ്പടിക്കാൻ തുടങ്ങി എന്റെ ഫോളോവേഴ്സ്. ഇനി എന്റെ അതേ ഷൂസ്, എന്റെ അതേ കുപ്പി, എന്റെ അതേ ടീഷർട്ട്, എന്റെ അതേ പാന്റ്, സാരല്ല. സന്തോഷം. ട്രാക്ക് ആൻഡ് ട്രെയിൽ വലുതോ? അത് ചെറുതാണ് വലുത്. രണ്ട് സെയിമാ. ട്രേഡിംഗ് റൂമിൽ ഞങ്ങള് ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ പോകുന്നു കഴിച്ചു. അപ്പൊ നമ്മള് ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ പോവാണ്. പക്ഷെ റിവീൽ ചെയ്യുന്നില്ല എന്താ സംഭവം. ഓണാണോ? ഓണല്ലേ കിട്ടുണ്ടാവോ? ഓടിയോ പോവാം. അല്ലെങ്കിൽ വിളിക്കണോ? വേണ്ടല്ലോ, വേണ്ട, പൈസ ഇല്ല. വീട്ടിൽ പോവാം. റൂം വൃത്തിയാക്കണോ? നാളെ പറയാം, മറ്റന്നാ പറയാം.
മോശമല്ല. ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ മൊത്തം അങ്ങനെ ഒരു കറുത്ത ലുക്കില്ലേ? ഫിൽറ്റർ ബൈ ഗൈസ്.